ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ തോട്ട് ചേഞ്ച് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് നമുക്ക് എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നതിനെ പറ്റിയാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പലരും ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല കോഴ്സുകളുണ്ട്. എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും പാച്ചപ്പ് ആക്കാനുമുള്ള ടെക്നിക്കുകളൊക്കെ ഷെയർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോഴ്സുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ വരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ടെക്നിക്കുകൾ അപ്ലൈ ചെയ്തിട്ടും ചില കേസുകളിൽ റിസൾട്ട് കിട്ടാറില്ല. അതെന്തുകൊണ്ട്, ഇനി അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് റിസൾട്ട് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ തോട്ട് പ്രോസസ്സാണ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. നമ്മുടെ തോട്ട് പ്രോസസ്സ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇനി എന്ത് ടെക്നിക്കുകൾ ചെയ്തിട്ടും കാര്യമില്ല, നമുക്ക് റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുന്നത് തന്നെ ആ തോട്ട് പ്രോസസ്സിലുള്ള ചേഞ്ച് കൊണ്ടുവരാനും അതുവഴി നമുക്ക് മാനിഫെസ്റ്റേഷൻ നടത്താനും വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാം, അതുവഴി എങ്ങനെ നമുക്ക് മാനിഫെസ്റ്റേഷൻ നടത്താം. പല ആളുകളും എന്നെ വിളിച്ച് പറയുന്നൊരു കാര്യം, സർ, അവള് ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല, അവൾ തിരിച്ചു വരുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അവൻ ഇനി വരും എന്ന് തോന്നുന്നില്ല, അവൻ ഓൾറെഡി വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോയി, അവളുമായിട്ട് ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, ഞാൻ സ്റ്റാറ്റസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ കാണുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ റിയാലിറ്റി അതായിരിക്കാം. കാരണം നമ്മുടെ കണ്ണിൽ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും നമുക്ക് ഫീൽ ചെയ്യുന്നതും ഒക്കെ അത് തന്നെയാണ്. പക്ഷേ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് നമുക്ക് ആ ഒരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള ആ ഒരു കറണ്ട് തോട്ടിൽ ചേഞ്ച് വന്നേ പറ്റൂ. അത്തരം ഒരു ചേഞ്ച് വരുത്തുന്ന സമയത്ത് അതിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി നമ്മളിൽ നിന്നും ഔട്ടായി അപ്പുറത്ത് അഥവാ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയിൽ ഒരു ചേഞ്ച് ഉണ്ടാകാൻ അഥവാ അവരുടെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അത് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എപ്പോൾ, അതിനെ പറ്റിയിട്ടൊന്നും ടെൻഷൻ അടിക്കണ്ട. യു ഹാവ് ടു ചേഞ്ച് യുവർ തോട്ട് പ്രോസസ്സ്. നിങ്ങളുടെ ആ ഒരു തോട്ട് പ്രോസസ്സാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മാറ്റേണ്ടത്. അപ്പോൾ പലരുടെയും ചിന്ത അവളിനി മാറില്ല, അല്ലെങ്കിൽ അവളിനി തിരിച്ചു വരില്ല, അല്ലെങ്കിൽ അവൻ വേറൊരാളുടെ കൂടെയാണ്, ഹാപ്പിയാണ്, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി റീകണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ കറണ്ട് തോട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നന്നായിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ചിലപ്പോൾ ഒരു 10 തോട്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു 5 തോട്ട്സ് ആയിരിക്കാം. അവളിനി ഒരിക്കലും മാറില്ല, അവളിനി തിരിച്ചു വരില്ല, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ആയിരിക്കാം. അപ്പോൾ അത് എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അവൾ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ, ഉറച്ചു വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിലോട്ടാണ് നമ്മൾ ആ ഫോർമാറ്റിലോട്ട് മാറ്റുക. അവൾ എനിക്ക് മെസ്സേജ് അയക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവളും ഞാനും ഒന്നാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ സന്തോഷകരമായി ജീവിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലാണ്, ഞങ്ങൾ തമ്മിൽ സന്തോഷത്തിലാണ്, ഞങ്ങൾ വിവാഹിതരാണ്. ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുക. അപ്പോൾ ആ ഉറച്ച് വിശ്വസിക്കുന്നു എന്നുള്ള ആ ഒരു പാറ്റേണിലോട്ട് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം പോസിറ്റീവാക്കി മാറ്റുക. നെഗറ്റീവ് തന്നെ എന്ത് ചെയ്യരുത്, എഴുതരുത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കും, അവൾ തിരിച്ചു വരത്തില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ അവൾ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അവൾ എൻ്റേതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മാറ്റി എഴുതേണ്ടത്. അങ്ങനെ എഴുതിയതിന് ശേഷം അത് റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ദിവസം എഴുതുക, ഒരു 5-6 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് എഴുതുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ എഴുതിയിട്ടുള്ളത് അഥവാ പോസിറ്റീവായിട്ട് എഴുതിയിട്ടുള്ളത് എല്ലാ ദിവസവും എടുത്ത് വായിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ആ ഇത് ബൈഹാർട്ട് ചെയ്യുക ആദ്യം, ആ പോസിറ്റീവ് വേർഡ്സുകൾ. എന്നിട്ട് അത് ആ വെള്ളത്തിൽ നോക്കിക്കൊണ്ട് പറയുക, എന്നിട്ട് ആ വെള്ളം കുടിക്കുക. അങ്ങനെ ഒരു 21 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ
ആ തോട്ട്സ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പതിയെ എത്തിക്കഴിയുമ്പോൾ പിന്നീട് നിങ്ങളുടെ കറൻറ്റ് തോട്ട് അഥവാ ആഫ്റ്റർ 21 ഡേയ്സ് ആഫ്റ്റർ 30 ഡേയ്സ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ നിങ്ങൾ എന്താണോ പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ളത് ആ തോട്ടായിരിക്കും വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കറൻറ്റ് തോട്ടിനെ പോസിറ്റീവ് ആക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി പോസിറ്റീവ് ആവുകയും അതുവഴി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുകയും ചിലപ്പോൾ അവർ തമ്മിലൊരു വഴക്ക് ഇടുന്നതായിരിക്കാം, ഒരു തേർഡ് പേഴ്സൺ, ഒരു കോൺഫ്ലിക്റ്റ് വരുന്നതായിരിക്കാം. തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിലാണ് പറയുന്നത്. ഇനി അതല്ല, ആരും ഇല്ലെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് മിസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങളുടെ കൂടെ തന്നെ ഒരു ലൈഫ് വേണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തോട്ട് അവർക്ക് കൊടുക്കുന്നതാവാം. അതെന്താണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കേണ്ട, അത് യൂണിവേഴ്സിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യും, യൂണിവേഴ്സ് അവിടെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഒരു റിസൾട്ട് അവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ യു ഹാവ് ടു ചേഞ്ച് യുവർ തോട്ട് ഫസ്റ്റ്, ദെൻ മാനിഫെസ്റ്റ് യുവർ എക്സ് ബാക്ക്. എന്നാൽ മാത്രമേ നമുക്ക് എക്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ കറണ്ട് തോട്ട്സ് ചേഞ്ച് ചെയ്യുക, ഈസി ആയിട്ട് ഒരു 30 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ എക്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽ വെക്കുക. നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആളുകൾ അത് പോസിറ്റീവ് ആക്കി മാറ്റി എഴുതിയിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട് പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്ത് പ്രോഗ്രാമിംഗ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ടെക്നിക്കുകൾ കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.